السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن يرغب عن ملة إبراهيم إلا من سفه نفسه ولقد اصطفيناه في الدنيا وإنه في الآخرة لمن الصالحين. إذ قال له ربه أسلم قال أسلمت لرب العالمين. ووصى بها إبراهيم بنيه ويعقوب يا بني إن الله اصطفى لكم الدين فلا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ സഹോദരീ സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പകർത്തി കുറ്റമറ്റ ജീവിതം നയിക്കുന്ന, സംശുദ്ധ ജീവിതം നയിക്കുന്ന മുത്തഖികളും മുവഹിദുകളുമായി തീരാൻ കൽപ്പിക്കപ്പെട്ടവരാണ് ഞാനും നിങ്ങളും എന്നുണർത്തുന്നു. നാം ഏവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിലയിൽ ജീവിച്ചു മരിക്കുവാൻ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായം അൽ ബഖറയിലെ 130, 131, 132 വചനങ്ങളാണ് ഞാൻ ഓതി കേൾപ്പിച്ചത്. അതിൻ്റെ അർത്ഥം, വമൻ യർഗബു അൻ മില്ലത്തി ഇബ്രാഹീമ ഇല്ലാ മൻ സഫിഹ നഫ്സ, സ്വന്തം ആത്മാവിനെ മൂഢമാക്കിയവനല്ലാതെ മറ്റാരാണ് ഇബ്രാഹീമിൻ്റെ മാർഗത്തോട് വിമുഖത കാണിക്കുക. വലഖദ് ഇസ്തഫൈനാഹു ഫിദ്ദുനിയ, ഇഹലോകത്തിൽ അദ്ദേഹത്തെ നാം വിശിഷ്ടനായി തിരഞ്ഞെടുത്തിരിക്കുന്നു. വ ഇന്നഹു ഫിൽ ആഖിറത്തി ലമിനസ് സാലിഹീൻ, തീർച്ചയായും അദ്ദേഹം പരലോകത്ത് സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ തന്നെയായിരിക്കും. ഇത് ഖാല ലഹു റബ്ബുഹു അസ്ലിം, നീ കീഴ്പ്പെടുക എന്ന് അദ്ദേഹത്തിൻ്റെ രക്ഷിതാവ് അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ, ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ, സർവ്വലോക രക്ഷിതാവിന് ഞാനിതാ കീഴ്പ്പെട്ടിരിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. വവസ്സാ ബിഹാ ഇബ്രാഹീമു ബനീഹി വ യഅ്ഖൂബ്, ഇബ്രാഹീമും യഅ്ഖൂബും അലൈഹിമുസ്സലാം അവരുടെ സന്തതികളോട് ഇത് ഉപദേശിക്കുക കൂടി ചെയ്തു. യാ ബനിയ ഇന്നല്ലാഹ അസ്തഫാ ലക്കുമുദ്ദീൻ, എൻ്റെ മക്കളെ, അള്ളാഹു നിങ്ങൾക്ക് ഈ മതത്തെ വിശിഷ്ടമായി തിരഞ്ഞെടുത്തു തന്നിരിക്കുന്നു. ആകയാൽ ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, അള്ളാഹുവിന് കീഴ്പ്പെടുന്നവരായി മുസ്ലിങ്ങളായി കൊണ്ടല്ലാതെ നിങ്ങൾ മരിക്കാൻ ഇടയാകരുത്, നിങ്ങൾ മരണപ്പെട്ടു പോകരുത്. ഇതാണ് ഈ വചനങ്ങളുടെ അർത്ഥം എന്ന് നമുക്കറിയാം. നാം ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയെയും ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമയെയും ആ കുടുംബത്തെയും ഒക്കെ ഓർക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായ നാളുകളിലൂടെയാണ് കടന്നു പോകുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ ഹജ്ജും ഉളഹിയത്തുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നത്. നാം ഒരു ഈദുൽ അദ്ഹ ആഘോഷത്തിൻ്റെ വക്കീലാണ്, ഉളഹിയത്തിൻ്റെയും വക്കീലാണ്. അപ്പം ഇവിടെ മില്ലത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മില്ലത്ത് എന്ന പ്രയോഗം നാം ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആനിലെ 14-ാം അധ്യായത്തിൻ്റെ പേര് ഇബ്രാഹിം എന്നാണ്. അതിന് പുറമെ ഏതാണ്ട് 25 അധ്യായങ്ങളിൽ 63 വചനങ്ങളിലായി 69 പ്രാവശ്യം ഇബ്രാഹിം എന്ന പേര് വിശുദ്ധ ഖുർആൻ പ്രയോഗിച്ചിട്ടുണ്ട്. തന്നെയുമല്ല, എത്ര വിശേഷണങ്ങളാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്ക് നൽകിയത്.
ഏതാണ്ട് 4000 വർഷം മുമ്പ് ജീവിച്ച് മരണപ്പെട്ടു പോയ ഒരു മാതൃകാ പുരുഷനായ പ്രവാചകൻ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന അബുൽ അംബിയ, പ്രവാചകന്മാരുടെ പിതാവ് എന്ന അപരനാമത്താലാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമെ അറിയപ്പെടുന്നത്. അദ്ദേഹത്തെ ജൂതരും ക്രൈസ്തവരും മുസ്ലിങ്ങളും ഒരുപോലെ അംഗീകരിക്കുന്നുണ്ട്. ഇസ്രായേലിയരുടെയും ഇസ്മായിലിയരുടെയും കുലപതിയായ അദ്ദേഹം 4000 വർഷം മുമ്പാണ് ജനിച്ച് വളർന്നു പോയത്. ഇറാഖിലെ രാജാവായിരുന്ന നമ്രൂദിൻ്റെ ഉദ്യോഗസ്ഥ പ്രമുഖന്മാരിൽ ഒരാളായ ആസറായിരുന്നു ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പിതാവ്. ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്ക് അള്ളാഹു ചെറുപ്പത്തിൽ തന്നെ വിവേകം നൽകി എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. വലഖദ് ആതൈനാ ഇബ്രാഹിമ റുഷ്ദഹു, സൂറത്തുൽ അംബിയായിലെ 51-ാമത്തെ വചനം. പിന്നുള്ള വിശേഷണങ്ങൾ ഓരോ ആയത്തുകളുടെ നമ്പർ പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ആ പേരുകളൊന്ന് പറഞ്ഞു പോവുക. സാധാരണയായി ഒന്ന് ഹനീഫ്. ഹനീഫ് എന്ന് പറഞ്ഞാൽ ഇർജുമാനസൻ, വക്രതയില്ലാത്ത മനസ്സിൻ്റെ ഉടമസ്ഥൻ. മുസ്ലിം, സർവ്വതും അള്ളാഹുവിന് സമർപ്പിച്ചവൻ. ഹലീം, സഹനശീലൻ. അവ്വാഹ്, താഴ്മയുള്ളവൻ, ദയാലു എന്നൊക്കെ അർത്ഥം. മുനീബ്, അങ്ങേയറ്റം ഖേദിച്ചു മടങ്ങുന്നവൻ. സിദ്ദീഖ്, സത്യസന്ധൻ. ഇമാമുന്നാസ്, ജനങ്ങൾക്ക് മാതൃകാപുരുഷൻ, നേതാവ്. ഉമ്മത്ത്, ഒറ്റയ്ക്ക് ഒരു സമുദായം. ഖലീലുള്ള, അള്ളാഹുവിൻ്റെ ചങ്ങാതി. മാക്കാനമിനൽ മുശ്രിക്കീൻ, ബഹുദൈവ വിശ്വാസികളിൽ പെട്ടവനേ അല്ല. പിന്നെ ഉസ്വത്തുൻ ഹസന, എല്ലാവർക്കും ഉത്തമ മാതൃക എന്ന് തുടങ്ങി ഖുർആനിലുടനീളം മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ വിശേഷണങ്ങൾ ഒരുപാട് നമുക്ക് കാണാൻ കഴിയും. ഒരുപാട് ചരിത്രവും നമുക്ക് വായിക്കാൻ കഴിയും. ഇവിടെ മില്ലത്തു ഇബ്രാഹിം എന്ന് പറഞ്ഞാൽ എന്താണ്? അതാണ് നാം ഒന്ന് മനസ്സിലാക്കേണ്ട കാര്യം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഏറ്റവും കൂടുതൽ കഠിനാധ്വാനം ചെയ്തത് തൗഹീദിൻ്റെ സംസ്ഥാപനത്തിന് വേണ്ടിയിട്ടാണ്. വിശ്വാസപരമായി അത്ര ദുഷിച്ചു പോയ ഒരു ജനത, കല്ലുകരട് കാഞ്ഞിരക്കുറ്റി മുതൽ മുള്ളുമുരട് മൂർഖൻ പാമ്പ് വരെ സർവ്വതിനെയും ആരാധ്യ വസ്തുക്കളായി സ്വീകരിച്ച, സ്വന്തം കരങ്ങൾ കൊണ്ടുണ്ടാക്കിയ പലതിൻ്റെയും മുമ്പിൽ ആരാധനകൾ അർപ്പിച്ചുകൊണ്ട് ജീവിച്ചിരുന്ന ഒരു ജനത. ജനത എന്ന് മാത്രമല്ല, പിതാവ് അതിൻ്റെ എല്ലാമായിരുന്നു. ആ ബിംബങ്ങളുടെ നിർമ്മാതാവായിരുന്നു, അതിൻ്റെ പൂജാരിയായിരുന്നു, അതിൻ്റെ ശാന്തിക്കാരനായിരുന്നു. അങ്ങനെയൊക്കെയുള്ള ആളായിരുന്നു ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പിതാവായ ആസർ. ആ നാട്ടിലെ രാജാവ് നമ്രൂദ് ആണെങ്കിലോ ഏറ്റവും വലിയ ബഹുദൈവ വിശ്വാസിയും അതിൻ്റെ പ്രചാരകനും അതിൻ്റെ എല്ലാമായി ജീവിക്കുന്ന ആൾ. അതിൻ്റെ ഇടയിലാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ജനിച്ചു വളർന്ന് ഒറ്റയ്ക്ക് നിന്ന് ഒരു പ്രസ്ഥാനം എന്ന നിലയിൽ ഏകാന്തനായി പോരാടി തൗഹീദ് കൃത്യമായി ആ സമൂഹത്തിൻ്റെ മനസ്സിൽ കൊണ്ടുവരാൻ ശ്രമിക്കുകയും അതിൻ്റെ പേരിൽ അഗ്നികുണ്ഡം തരണം ചെയ്യാൻ കാരണക്കാരനാവുകയും ചെയ്തു എന്നുള്ള ചരിത്രം നമുക്കറിയാം. ചരിത്രത്തിലേക്ക് ഞാൻ കടക്കുകയല്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ സമർപ്പണത്തിനായി അല്ലെങ്കിൽ അതിൻ്റെ സംസ്ഥാപനത്തിനായി, ശിർക്കിൻ്റെ ഉച്ചാടനത്തിനായി ഏതെല്ലാം മാർഗങ്ങൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം സ്വീകരിച്ചു നോക്ക്. ആ നാട്ടിലെ ജനതയോട് സംവദിച്ചു, രാജാവിനോട് സംവദിച്ചു, കാര്യങ്ങൾ വ്യക്തമാക്കി കൊടുത്തു. സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ചൂണ്ടിക്കാണിച്ച് ദൈവങ്ങളാണെന്ന് പരിചയപ്പെടുത്തിയിട്ട് അസ്തമിച്ചു കഴിഞ്ഞപ്പോൾ ഇതൊന്നും ദൈവങ്ങളാകാനുള്ള യോഗ്യതയില്ലാത്തതാണ്, ഇതിനെയെല്ലാം സൃഷ്ടിച്ച ഏകനായ സർവശക്തനായ അള്ളാഹു മാത്രമാണ് ആരാധനക്കർഹൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നി വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറസ്സമാവാതി വൽ അർദ് എന്ന് പഠിപ്പിച്ചു കൊടുത്തു പ്രവാചക തിരുമേനി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. അതോടൊപ്പം തന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രവൃത്തി രൂപേണ വിഗ്രഹാരാധന ശൂന്യമാണ്, അർത്ഥശൂന്യമാണ്, ഫലവത്തല്ലാത്ത കാര്യമാണ്, വെറുതെയാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരു രംഗം പോലും ഖുർആനിക ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും. നോക്കുക, എല്ലാ വിഗ്രഹങ്ങളെയും തച്ചുടച്ചതിന് ശേഷം ഏറ്റവും വലിയ വിഗ്രഹത്തിൻ്റെ കഴുത്തിൽ ആ മഴു കെട്ടിത്തൂക്കിയിട്ട് പോകുന്ന ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം സാധാരണയായി പറയും അദ്ദേഹം ഒരു വിഗ്രഹ ധ്വംസകനായിരുന്നു, പഞ്ചകനായിരുന്നു എന്നൊക്കെ പറയും. ഒരു വിഗ്രഹങ്ങളെ പൂർണ്ണമായും ഇല്ലായ്മ ചെയ്യുക, അത് തകർക്കുക എന്നുള്ള ലക്ഷ്യമാണെങ്കിൽ ഒന്നിനെ മാത്രം എന്തിനു ബാക്കി വെച്ചു എന്നൊന്ന് ചിന്തിക്കാനുള്ള സന്മനസ്സെങ്കിലും നമുക്കുണ്ടാകേണ്ടതില്ലേ? എന്തിനാ ഒന്നിനെ ബാക്കി വെച്ചത്?
അത് മറ്റുള്ളവരെ പഠിപ്പിക്കാൻ വേണ്ടി. അത് പഠിപ്പിച്ചല്ലോ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. പിടിച്ച് ചോദ്യം ചെയ്ത സന്ദർഭത്തിൽ ഇബ്രാഹിം നബി പറഞ്ഞല്ലോ, ആ ഫസ്അലൂഹും ഇൻ കാനൂ യന്തിഖൂൻ, ചെറിയ വിഗ്രഹങ്ങളെല്ലാം തകർന്നു കിടക്കുന്നു, അവറ്റകളോട് തന്നെ ചോദിക്ക്, അവറ്റകൾ വല്ലതും സംസാരിക്കുമെങ്കിൽ ദേ വലിയ വിഗ്രഹം കഴുത്തിൽ കോടാലിയും തൂക്കിയിരിക്കുന്നുണ്ടല്ലോ, അതായിരിക്കാൻ ചെയ്തത് എന്ന് ചിന്തിപ്പിക്കുന്ന, എന്നാൽ അത് ശരിയല്ല, അതങ്ങനെ മിണ്ടില്ലല്ലോ എന്ന് മിണ്ടാത്തതാണെന്ന് അറിയാമല്ലോ എന്നുള്ള മറുപടി കിട്ടുന്നു. ആ മറുപടി കിട്ടുമ്പോൾ എങ്കിൽ പിന്നെ നിങ്ങൾ ഈ ചെയ്യുന്നത് നിരർത്ഥകമാണ് എന്ന് ബോധ്യപ്പെടുത്തി കൊടുത്ത, ബുദ്ധിപരമായി യുക്തിപരമായി ബോധ്യപ്പെടുത്തി കൊടുത്ത ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, അതുകൊണ്ടാണ് അദ്ദേഹത്തിൽ ഉത്തമമായ മാതൃക തൗഹീദി പ്രബോധന രംഗത്ത് ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഉണ്ട് എന്ന് വ്യക്തമായി നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഇനി നോക്കുക, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കഅബ പുനർനിർമ്മാണ രംഗത്ത്, കഅബ പടുത്തുയർത്തിയ രംഗത്ത് കാണാം, അതുപോലെ തന്നെ ഹജ്ജിൻ്റെ രംഗങ്ങളിൽ കാണാം, അതുപോലെ തന്നെ ഉദ്ഹിയ്യത്തിൻ്റെ രംഗത്ത് കാണാം. ഏതൊക്കെ രംഗത്താണ് നമുക്ക് കാണാതിരിക്കാൻ കഴിയുക? എല്ലാ രംഗങ്ങളിലുമുണ്ട്. ആ നിലയിൽ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ആ മാതൃക കാണിച്ചു തന്നുകൊണ്ട് അള്ളാഹുവിന് പൂർണ്ണമായും കീഴ്പ്പെടുക എന്ന് പറഞ്ഞപ്പോൾ, ഇതാ ഞാൻ കീഴ്പ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ച് ജീവിതത്തിലൂടെ മാതൃക കാണിച്ചു തന്ന മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, ആ മില്ലത്ത് പിൻപറ്റാൻ എത്രയോ സ്ഥലങ്ങളിലാണ് വിശുദ്ധ ഖുർആൻ ആവശ്യപ്പെടുന്നത്. ഏതാണ്ട് 8ഓളം സ്ഥലങ്ങളിൽ മില്ലത്തു ഇബ്രാഹിം പ്രയോഗം നമുക്ക് ഖുർആനിൽ കാണാൻ സാധിക്കും. അത് പിൻപറ്റുക, നിങ്ങൾ പിൻപറ്റുക, പ്രവാചകനോട് നേരിട്ട് നീ പിൻപറ്റുക എന്നൊക്കെ പറയുന്ന നിലയിലുള്ള പ്രയോഗങ്ങൾ ഖുർആനിലൂടെ നീളം കാണാം. അത്ര മില്ലത്ത് ഇബ്രാഹീമിലാണ് അതിൻ്റെ ശേഷം വന്ന എല്ലാ പ്രവാചകന്മാരും ആ ശൈലിയിലാണ് മുന്നോട്ട് നീങ്ങിയത്. ആ തത്വത്തിലേക്കാണ് പ്രബോധനം ചെയ്തത്. അതിലൂടെ തന്നെയാണ് നാമും നീങ്ങേണ്ടത്. ഇപ്പോഴും നാം നീങ്ങുന്നത് തന്നെയാണ്. നാം നൽകുന്ന ഉൽഹിയ്യത്ത് മില്ലത്തു ഇബ്രാഹിമാണ്. നാം പ്രഖ്യാപിച്ച് ജീവിക്കുന്ന തൗഹീദ് മില്ലത്തു ഇബ്രാഹിമാണ്. അങ്ങനെ മില്ലത്തു ഇബ്രാഹിം ഏതെങ്കിലും ഒരു കോണിൽ കൊണ്ടുപോയി കെട്ടാനുള്ളതല്ല എന്ന് നാം മനസ്സിലാക്കുക. അങ്ങനെയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ എല്ലാവരും അവകാശപ്പെടുന്നുണ്ട്, ഞങ്ങളുടെ ആളാണ്. ജൂതന്മാർ പറയും ഞങ്ങളുടെ ആളാണ്, നസാറാക്കൾ പറയും ഞങ്ങളുടെ ആളാണ്. മക്കയിലെ മുശ്രിക്കുകൾ വാദിച്ചു ഞങ്ങൾ ഇബ്രാഹിം നബിയുടെ മില്ലത്തിലാണ്. എങ്ങനെയാണ് അവർ വാദിച്ചതെന്ന് നമുക്കറിയാമല്ലോ. ഇബ്രാഹിം നബി തൗഹീദിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച, അതിനുവേണ്ടി ഒരുപാട് മർദ്ദനങ്ങളും യാതനകളും വേദനകളും പീഡനങ്ങളും ഒക്കെ സഹിച്ച, അഗ്നികുണ്ഡം തരണം ചെയ്ത ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ തന്നെ പരിശുദ്ധ കഅബയിൽ വിഗ്രഹമായി വെച്ച് പൂജിച്ചുകൊണ്ടാണ് ഇബ്രാഹിം നബിയുടെ മില്ലത്തിലാണ് ഞങ്ങൾ എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രബോധനം ചെയ്ത ആ സമൂഹം അവകാശപ്പെട്ടത്. ഇതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. എന്നിട്ട് ഖുർആൻ കൃത്യമായി പറയുന്നു, മാ കാന ഇബ്രാഹിമു യഹൂദിയം വലാ നസ്രാനിയം വലാകിൻ കാന ഹനീഫൻ മുസ്ലിമൻ. ഒരിക്കലും ഇബ്രാഹിം നബി ഒരു ജൂതനോ ക്രിസ്ത്യാനിയോ ഒന്നുമായിരുന്നില്ല. അദ്ദേഹം ശുദ്ധ മനസ്ഥിതിയുടെ ഉടമയായിരുന്നു. അദ്ദേഹം ബഹുദൈവ വിശ്വാസികളിൽപ്പെട്ടവനായിരുന്നില്ല. ആരാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് ഏറ്റവും അവകാശപ്പെട്ടത്? ഇന്ന ഔലൻ നാസി ബി ഇബ്രാഹിം, തീർച്ചയായും ജനങ്ങളിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് ഏറ്റവും അടുത്തത് അവകാശപ്പെട്ടത് ലല്ലദീന തബഊഹു, അദ്ദേഹത്തെ ഇത്തിബായി ചെയ്യുന്നവർ, പിൻപറ്റുന്നവർ, ആ മില്ലത്ത് പിൻപറ്റുന്നവർ. വഹാദൻ നബിയു, നിങ്ങൾ വന്ന് ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രബോധനം ചെയ്യുന്ന ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ക്ഷണിച്ചതിലേക്ക് നിങ്ങളെ ക്ഷണിക്കുന്ന ഈ പ്രവാചകനും ഇബ്രാഹിം നബിയുമായി ഏറ്റവും അവകാശപ്പെട്ട ആളാണ്, അടുത്ത ആളാണ്. വല്ലദീന ആമനു, പിന്നെ സത്യവിശ്വാസികളും. വല്ലാഹു വലിയുൽ മുഅ്മിനീൻ, അള്ളാഹു വിശ്വാസികളുടെ വലിയാണ്, കൈകാര്യകർത്താവാണ്. സൂറത്ത് ആല ഇമ്രാനിലെ 67-68 വചനങ്ങൾ. അപ്പോൾ ആരാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മില്ലത്തിലുള്ളത് എന്നുള്ളത് കൃത്യമായി പഠിപ്പിച്ചു തന്നു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇബ്രാഹിം നബിയെ പിൻപറ്റിയവർ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇതെല്ലാം ഉൾക്കൊണ്ട് വിശ്വസിച്ച് ജീവിക്കുന്ന ആളുകളും എന്നുള്ളത് കൃത്യമായി പഠിപ്പിക്കണം. അങ്ങനെ അവകാശവാദം കൊണ്ടൊന്നും കാര്യമില്ല, മറിച്ച് ആ മില്ലത്ത് പിൻപറ്റാതെ നിർവാഹമില്ല. അതുപോലെ തന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ പല രൂപത്തിലുള്ള പരീക്ഷണങ്ങൾക്ക് അല്ലാഹു വിധേയനാക്കി. വൈദിബ്തലാ ഇബ്രാഹിം റബ്ബുഹു ബികലിമാത്തിൻ ഫഅതമ്മഹുന്ന, ഒരൊറ്റ പരീക്ഷണങ്ങളിലും അദ്ദേഹം പരാജയപ്പെട്ടില്ല, അതെല്ലാം പൂർത്തിയാക്കി. എന്നിട്ട് ആ സന്ദർഭത്തിലാണ് അള്ളാഹു ഇബ്രാഹിം നബിയോട് പറയുന്നത്, ഇന്നി ജാഇലുക ലിന്നാസി ഇമാമ, ഞാൻ ജനങ്ങൾക്ക് നിന്നെ ഇമാമാക്കുന്നു എന്നാണ് പറഞ്ഞത്. ജനങ്ങൾക്ക് നിന്നെ ഇമാമാക്കുന്നു, മാതൃകയാക്കുന്നു, നേതാവാക്കുന്നു.
ഇപ്പം നമ്മുടെയൊക്കെ സമൂഹത്തിൽ ഒരു നേതാവാകുന്നതിനുള്ള യോഗ്യത എന്താണ്? ഈ പറഞ്ഞ ത്യാഗങ്ങളോ മതപരമായ നിലയിലുള്ള ബുദ്ധിമുട്ടുകളോ ഒന്നും അനുഭവിക്കേണ്ടതില്ല. അതൊന്നും ഒരു മാനദണ്ഡമായി ആരും നോക്കാറുമില്ല. അതങ്ങനെ നേതാവായി മാറലാണ്. അങ്ങനെയല്ല, ജനങ്ങൾക്ക് ഇമാമാക്കുന്നു എന്ന് പ്രഖ്യാപിച്ചത് പരീക്ഷണങ്ങളുടെ തീച്ചൂളയിലൂടെ കടന്നുപോയി ആ പരീക്ഷണങ്ങളിൽ ഒന്നും പതറാതെ വിജയിച്ച് അതിജയിച്ച് ഏറ്റവും വലിയ മാതൃകയായി ആ പിന്നെ തെളിഞ്ഞു നിൽക്കുന്ന സന്ദർഭത്തിൽ നമ്മളൊക്കെ സാധാരണ 21 ക്യാരറ്റ് എന്നൊക്കെ പറയാറില്ലേ, അല്ലെങ്കിൽ 23 ക്യാരറ്റ് എന്നൊക്കെ പറയാറില്ലേ, അങ്ങനെ തെളിഞ്ഞു നിൽക്കുന്ന ആ സന്ദർഭത്തിലാണ് അള്ളാഹു പറഞ്ഞത് ഇന്നി ജാഇലുക ലിന്നാസി ഇമാമ. അപ്പൊ അള്ളാഹുവിനോട് ഒരു ചെറിയ റിക്വസ്റ്റ് എന്താണ്? എൻ്റെ സന്താന പരമ്പരകളിൽ നിന്നും ഇങ്ങനെ നേതാക്കന്മാരെ ഉണ്ടാക്കണേ. അപ്പോൾ അള്ളാഹുവിൻ്റെ മറുപടി, എൻ്റെ ഈ നിശ്ചയം അല്ലെങ്കിൽ എൻ്റെ ഈ കരാറ് അക്രമികളായി ആരായിരുന്നാലും ശരി അവർക്ക് ബാധകമല്ല എന്ന് മറുപടി പറഞ്ഞത് വിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായം അൽ ബഖറയിലെ 124-ാമത്തെ വചനത്തിൽ നമുക്ക് കാണാം. അങ്ങനെ നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ ഇപ്പൊ നമ്മൾ ഇസ്ലാമിലെ ആരാധനാകർമ്മങ്ങളും ആഘോഷങ്ങളും സവിശേഷമായ സന്ദേശങ്ങൾ നൽകിക്കൊണ്ടാണ് വരുന്നത്. നമ്മൾ നോക്കുക, സഹസ്രാബ്ദങ്ങളായി ലോകം ഓർത്തുകൊണ്ടിരിക്കുന്ന മഹാപുരുഷൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജീവിത സന്ദേശം തന്നെയാണ് ബലിപെരുന്നാളും ഹജ്ജും പങ്കുവെക്കുന്ന പാഠം. മനുഷ്യ മനസ്സുകൾക്ക് ഊഹിച്ചെടുക്കാൻ പോലും പ്രയാസമായ കഠിന പരീക്ഷണങ്ങൾക്കാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം വിധേയനായത്. ഒന്നിൽ പോലും പരാജയപ്പെടാൻ അദ്ദേഹം സന്നദ്ധമായിരുന്നില്ല. സ്വന്തം ആദർശത്തിലും നിലപാടിലും ഉറച്ചു നിന്നുകൊണ്ട് ത്യാഗത്തിന്റെ ഏതറ്റം വരെ പോകാനും ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം തയ്യാറായിരുന്നു. ആ സന്നദ്ധതയ്ക്കുള്ള സർട്ടിഫിക്കറ്റും അംഗീകാരവുമായിരുന്നു ഇമാമുന്നാസ് ഇമാമുൽ ലിന്നാസി ഇമാം ഇന്നി ജാഇലുക ലിന്നാസി ഇമാം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രഖ്യാപിച്ചത്. തൻ്റെ സുഹൃത്ത് എന്ന സ്ഥാനം അള്ളാഹു തന്നെയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയ്ക്ക് നൽകിയത്. വത്തഖദല്ലാഹു ഇബ്രാഹിമ ഖലീല എന്ന് ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അവകാശപ്പെട്ടതോ ഏതെങ്കിലും ജനവിഭാഗം പതിച്ചു നൽകിയതോ ആയിരുന്നില്ല അള്ളാഹുവിൻ്റെ സുഹൃത്ത് എന്ന ആ സ്ഥാനം. അള്ളാഹുവിൻ്റെ കൂട്ടുകാരനായിരിക്കെ തന്നെ അദ്ദേഹം ജനങ്ങളുടെ ഇടയിൽ നിലക്കൊണ്ടു ജീവിച്ചു. അള്ളാഹുവിൻ്റെ സാമീപ്യം സിദ്ധിച്ച് ദന്തഗോപുരങ്ങളുടെയും കുളിരും ഗിരിമടക്കുകളുടെ സ്വച്ഛതയുമല്ല ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം തിരഞ്ഞെടുത്തത്. ഭരണകൂടവും പൊതുസമൂഹവും ഒരുക്കിയ അഗ്നികുണ്ഡമായിരുന്നു ആ വിശ്വാസത്തിന് വേണ്ടി, ആ നിലനിൽപ്പിന് വേണ്ടി, ആ ആദർശത്തിനോടുള്ള പ്രതിബദ്ധതയ്ക്ക് വേണ്ടി എന്ന് നമുക്ക് കാണാൻ കഴിയും. നാട്ടിലെ സാധാരണക്കാരനോ പതിതനോ കീഴാളനോ ഒന്നുമായിരുന്നില്ല ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. വരേണ്യ കുടുംബത്തിലെ അംഗമായിരുന്നു. ബഹുദൈവത്വത്തെ ജീവിത ദർശനമായി സ്വീകരിച്ച, ഭരണകൂടത്തെ താങ്ങി നിർത്താൻ മതവ്യാഖ്യാനങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു പുരോഹിതന്റെ പുത്രനായിരുന്നു എന്ന് നമുക്ക് കാണാം. അംഗീകാരങ്ങളും ബഹുമതികളും ആശീർവാദങ്ങളും തേടിയെത്തിയിരുന്ന, ശുപാർശക്കായ ആളുകൾ താണു വണങ്ങാൻ വന്നിരുന്ന ഒരു ഗൃഹാന്തരീക്ഷം, ഒരു വീടിന്റെ അന്തരീക്ഷം. താൻ മനസ്സിലാക്കിയ സത്യത്തിനു വേണ്ടി ഈ സുഖസൗകര്യങ്ങൾ അത്രയും കൈയൊഴിഞ്ഞ് പ്രലോഭനങ്ങളെ ഒന്നടങ്കം വെടിഞ്ഞ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഉറച്ചു നിന്നു എന്നതാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ ചരിത്ര പുരുഷനാക്കി മാറ്റിയത്. സ്ഥാനങ്ങളെയും അംഗീകാരങ്ങളെയും സംബന്ധിച്ച ഭൗതിക ധാരണകൾ കീഴ്മേൽ മറിയുകയാണ് കീഴ്മേൽ മറിയുന്നതായിട്ടാണ് നാം ഇവിടെ കാണുന്നത്. പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹു ഏകനാണെന്ന് മാത്രമായിരുന്നില്ല, ആ നാഥന് മാത്രം ആരാധന ചെയ്യുക, അവന് സമ്പൂർണമായി സമർപ്പിക്കുക എന്നതായിരുന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പഠിപ്പിച്ചു തന്ന തൗഹീദ്. ആ നാഥന് ജീവിതത്തെ സമൂലം സമർപ്പിക്കലും അതിൻ്റെ ഭാഗമാണ്. അതുകൊണ്ടാണ് ഇത് ഖാല ലഹു റബ്ബുഹു അസ്ലിം ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ എന്ന് കൃത്യമായി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രഖ്യാപിക്കുകയും ജീവിതത്തിലൂടെ അത് കാണിച്ചു തരികയും ചെയ്തത്. ഈ യാഥാർത്ഥ്യം തൻ്റെ ജനതയെ പഠിപ്പിക്കാൻ അദ്ദേഹം ഭഗീരഥയജ്ഞം നടത്തി. അതിനുവേണ്ടി പിതാവിനോടും സമൂഹത്തോടും ഭരണകൂടത്തോട് തന്നെയും പൊരുതി നിന്നു. എതിർപക്ഷത്ത് നിലയുറപ്പിച്ചത് ഭരണകൂടം തന്നെയായിരുന്നു എന്ന് നാം തിരിച്ചറിയണം. അനന്തവിശാലമായ പ്രപഞ്ചത്തിന്റെ ഇത്തിരി വട്ടത്തിൽ അധികാരം കിട്ടിയപ്പോഴേക്കും ദൈവം ചമഞ്ഞ നമ്രൂദിനെ പ്രകൃതി ശാസ്ത്രത്തിന്റെ ബാലപാഠങ്ങൾ അഭ്യസിപ്പിച്ച് തൗഹീദ് എന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തുകയായിരുന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ചെയ്തത്. തൻ്റെ പിന്നിൽ എത്ര ആളുകളുണ്ടെന്നോ എത്ര ആരവങ്ങളുണ്ടെന്നോ ഒന്നും ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം തിരിഞ്ഞു നോക്കിയില്ല. യഥാർത്ഥ
യഥാർത്ഥ തൗഹീദിന്റെ വാക്താക്കൾക്ക് എന്നും എപ്പോഴും അത് തന്നെയായിരിക്കും എന്ന തിരിച്ചറിവ് മുവഹിദുകൾക്കുണ്ടാകേണ്ടിയിരിക്കുന്നു. പിന്നീട് വരുന്ന കാലത്തെക്കുറിച്ച്, പിൽക്കാലക്കാരെക്കുറിച്ച് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്ക് ഒരു സ്വപ്നമുണ്ടായിരുന്നു. എന്താണ് ആ സ്വപ്നം? തൻ്റെ പിൻതലമുറ എങ്ങനെ വളരണമെന്ന് അദ്ദേഹം നിശ്ചയിച്ചുറപ്പിച്ചു കഴിഞ്ഞിരുന്നു. താൻ ഏകനായ പോരാളിയായി കടന്നുപോകും. കുടുംബം യാതൊന്നും അറിയാതെ ആർത്തുല്ലസിക്കട്ടെ എന്ന് തീരുമാനിക്കുകയല്ല ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ചെയ്തത്. മറിച്ച് ഇതേ മാർഗത്തിൽ തന്നെ സഞ്ചരിക്കാൻ സന്തതികളെ ഉപദേശിക്കുകയാണ്. അതാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത്. എന്ത് പിന്നെ ഇത് ഇന്നി ജായിലുക്കൽ ഇന്നാസ് ഇമാമ എന്ന് പറഞ്ഞപ്പോൾ കാല വമിൻ ദുര്രിയത്തി എന്നുള്ള ആ അങ്ങേയറ്റത്തെ ആഗ്രഹം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിക്ക് വന്നത്. അതുപോലെ തന്നെ റബ്ബന വജഅൽനാ മുസ്ലിമൈനി ലക വമിൻ ദുര്രിയത്തിനാ ഉമ്മത്തൻ മുസ്ലിമത്തൻ ലക എന്നൊക്കെയുള്ള ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനകൾ ഈ പറഞ്ഞ കാര്യങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ്. ആ ആഗ്രഹത്തെ കുടുംബം അർത്ഥവത്താക്കുകയും ചെയ്തു. ചരിത്രത്തിന്റെ താളുകളിലും ഭാവിയുടെ കർമ്മപുസ്തകത്തിലും താൻ എങ്ങനെ രേഖപ്പെടണമെന്നും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം സ്വപ്നം കണ്ടിരുന്നു. വജഅൽനീ ലിസാന സിദ്ഖിൻ ഫിൽ ആഖിരീൻ വജഅൽനീ മിൻ വറസത്തി ജന്നത്തിൻ നഈം. പിൻഗാമികളിൽ എനിക്ക് സൽകീർത്തി ഉണ്ടാക്കി തരണമേ, എന്നെ അനുഗ്രഹീതമായ സ്വർഗത്തിന്റെ അവകാശികളിൽ ഉൾപ്പെടുത്തുകയും ചെയ്യണമേ എന്നായിരുന്നു ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഹൃദയസ്പൃക്കായ പ്രാർത്ഥന. ഇതൊക്കെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ന പ്രവാചകന്റെ പിന്നാലെ വരുന്നവരെ കുറിച്ച്, പിൽക്കാലത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടായിരുന്നു എന്ന് നാം മനസ്സിലാക്കുക. ദേശം ആട്ടിപ്പുറത്താക്കിയപ്പോഴും പ്രതീക്ഷ പറ്റിയ കണ്ണുകളുമായി അല്ല ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ വേണ്ടിയുള്ള ഒരു പലായനമായിരുന്നില്ല ചെയ്തത് എന്ന് നമുക്ക് കാണാം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞതെന്താ? ഇന്നി ദാഹിബുൻ ഇലാ റബ്ബി സയഹ്ദീൻ. കരളുറപ്പോടെ, ചങ്കുറപ്പോടെ, അള്ളാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസം പ്രഖ്യാപിച്ചുകൊണ്ട് ഒരിക്കലും അള്ളാഹു കൈവെടിയുകയില്ല എന്നുള്ള ആ ദൃഢമായ വിശ്വാസത്തോടുകൂടി പ്രഖ്യാപിച്ചതാണ്, ഞാൻ എൻ്റെ റബ്ബിങ്കലേക്ക് പോവുകയാണ്, അവൻ എനിക്കൊരു മാർഗദർശനം നൽകും, ഒരു സംശയമില്ല, പോകരുത്, ആരുമില്ല എനിക്ക് എന്ന പതിവ് പരിഭവങ്ങളിൽ ഹാജറ റളിയല്ലാഹു അൻഹ കുടുങ്ങിയില്ല. കാരണം ഭൗതികമായ അളവുകോൽ വെച്ചല്ല ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പത്നി ഹാജറ അതിജീവനത്തിന്റെ വഴികൾ കണ്ടെത്തിയത്. അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ച് പുറപ്പെടാമെങ്കിൽ അതേ ദൈവനിശ്ചയം തന്നെ മതി തലമുറകളുടെ ദാഹം ശമിപ്പിക്കുന്നതിനും എന്ന് ഹാജറ റളിയല്ലാഹു അൻഹയ്ക്ക് നല്ല നിശ്ചയമുണ്ടായിരുന്നു. ദൈവധിക്കാരത്തിന്റെ നാട്ടിൽ നിന്നുമാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇറങ്ങി നടന്നത്. അത് ദൈവാനുസരണത്തിന്റെ കേന്ദ്രഭവനം പടുത്തുയർത്തുന്നിടത്താണ് ആ യാത്ര അവസാനിക്കുന്നത്. വിജനതയുടെ ഭീകര ചുറ്റുപാടിൽ കഅബ കെട്ടിയൊരുക്കിയ ശേഷം വിയർപ്പടങ്ങും മുമ്പേ ഇബ്രാഹീമും ഇസ്മായിലും നടത്തുന്ന പ്രാർത്ഥനയുണ്ട്. മനുഷ്യ സ്നേഹത്തിന്റെ ദീപ്തമായ മാതൃകയാണത്. അള്ളാഹുവിനോടുള്ള വിധേയത്വം മനുഷ്യനെ എത്രമേൽ അഭിമാനിയാക്കുന്നു എന്ന് അതിൽ നമുക്ക് പഠിക്കാം. ഓർക്കുക, വഇദ് യർഫഉ ഇബ്രാഹീമുൽ ഖവാഇദ മിനൽ ബൈത്തി വഇസ്മാഈലു റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം റബ്ബനാ വജഅൽനാ മുസ്ലിമൈനി ലക വമിൻ ദുർരിയ്യത്തിനാ ഉമ്മത്തൻ മുസ്ലിമത്തൻ ലക വഅരിനാ മനാസികനാ വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. എത്ര ഹൃദയസ്പൃക്കായ പ്രാർത്ഥനയാണത്! ഏറ്റവും വലിയ ഒരു ഉത്തരവാദിത്വമാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമും ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമയും കൂടി നിർവഹിച്ചത്. അതെന്താണ്? പരിശുദ്ധ കഅബ പടുത്തുയർത്തുക എന്നുള്ളതാണ്. ആ കഅബയെ ലക്ഷ്യം വെച്ചല്ലേ നാം ദിവസം തോറും തിരിഞ്ഞു നിൽക്കുന്നത്? ആ കഅബയെ ലക്ഷ്യം വെച്ചല്ലേ ഉംറയ്ക്ക് ആൾക്കാരെത്തുന്നത്? ആ കഅബയെ ലക്ഷ്യം വെച്ചല്ലേ എല്ലാവരും നീങ്ങുന്നത്? ആ കഅബയും പരിസരവുമല്ലേ ഹജ്ജിന്റെ കർമ്മങ്ങൾ? ആ കഅബയുടെ പരിസരത്തല്ലേ സംസം ഉറവ് പൊട്ടി വന്നത്? ആലോചിച്ചു നോക്ക്. ഇതെല്ലാം ഉൾക്കൊള്ളുന്ന ആ ദൈവനിഷേധത്തിന്റെയും ദൈവധിക്കാരത്തിന്റെയും ബഹുദൈവ വിശ്വാസത്തിന്റെയും നാട്ടിൽ നിന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം എത്തിപ്പെട്ടത് എത്ര സുന്ദരമായ ഭൂമിയിലായിരുന്നു. ആ നാട് ഇന്നും ലോക ജനതയ്ക്ക് തിരിഞ്ഞു നിൽക്കാനുള്ള ഗേഹമായി, ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള ഇടമായി ഇന്നും നിലനിൽക്കുന്നു. നിസ്സാര കാര്യമായി ഇതിനെ നാം കാണരുത്. അതുപോലെ തന്നെ കിതപ്പ് മാറും മുമ്പേ കഅബയ്ക്കരികിലിരുന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നടത്തുന്ന ഒരാഹ്വാനമുണ്ട്. അതെന്താണ്? യുഗാന്തരങ്ങളിലൂടെ പരകോടി ജനങ്ങളെ തുടിക്കുന്ന ഹൃദയവുമായി മക്കയിലേക്ക് വഴി നടത്തുന്ന ആഹ്വാനം. അക്കാര്യവും ഖുർആൻ വിവരിക്കുന്നുണ്ടല്ലോ. വഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജി യഅ്തൂക റിജാലൻ വഅലാ കുല്ലി ളാമിരിൻ മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്.
തീർത്ഥാടനം ചെയ്യാൻ ജനങ്ങളിൽ പൊതുവിളംബരം ചെയ്യുക. ദൂരദിക്കുകളിൽ നിന്നൊക്കെയും കാൽനടക്കാരായും ഒട്ടകങ്ങളിൽ സവാരി ചെയ്തും അവർ നിന്റെ അടുക്കൽ എത്തിച്ചേരുന്നതാകുന്നു എന്ന് സൂറത്തുൽ ഹജ്ജിലെ 27-ാമത്തെ വചനം. ദേശാതിർത്തികളും വർണ്ണലിംഗ ഭാഷാഭേദങ്ങളും അപ്രസക്തമാകുന്ന മാനവരാശിയുടെ പ്രവാഹമാണ് ഹജ്ജ്. ഇബ്രാഹീമിന്റെ ജീവിതത്തെ അനുസ്മരിച്ചും അനുകരിച്ചും സഞ്ചാരപഥങ്ങളെ അനുഗമിച്ചും ഓർത്തെടുത്തും ഹജ്ജ് നിർവഹിച്ച് ജന്മഗൃഹം പുൽകുന്ന കുഞ്ഞിളം പൈതലിന്റെ നിഷ്കളങ്കത സ്വന്തമാക്കുകയാണെന്ന് അന്ത്യപ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തരുന്നു. ഒരാൾ ഹജ്ജ് ചെയ്ത് കഴിഞ്ഞാൽ നവജാത ശിശുവിനെ പോലെയാണ് അവൻ മടങ്ങുന്നത് എന്ന് പഠിപ്പിച്ചതാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം. സകല വൈജാത്യങ്ങൾക്കും അതീതമായി മനുഷ്യനെ കാണാനും കേൾക്കാനും അനുഭവിക്കാനും സാധിക്കുമ്പോഴാണ് സമാധാനം സാധ്യമാവുക എന്നുള്ളത് വളരെ കൃത്യമായി നമുക്ക് ഇവിടെ മനസ്സിലാക്കാം. വെറുതെ അപശബ്ദമുയർത്തുകയായിരുന്നില്ല ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. സമാധാനം കെടുത്തുകയുമായിരുന്നില്ല. നല്ലൊരു നാളെ പുലരണമെന്ന്, നല്ലൊരു ലോകം പണിയണമെന്ന് അദ്ദേഹം കൊതിച്ചു. തൻ്റെ ശത്രുപക്ഷത്ത് നിൽക്കുന്നവർ പോലും സുഖസുഭിക്ഷതകളോടെ ജീവിക്കണമെന്ന് ആഗ്രഹിച്ചു. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചതെന്താ? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചു, എന്റെ നാഥ, ഇതിനെ നീ നിർഭയ നാടാക്കണമേ. വഇദ് ഖാല ഇബ്രാഹീമു റബ്ബി ജഅൽ ഹാദാ ബലദൻ ആമിനൻ വർസുഖ് അഹ്ലഹു മിനസ് സമറാത്തി മൻ ആമന മിൻഹും ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഖാല വമൻ കഫറ. ആ പ്രാർത്ഥന, അതിലെ വാസികൾക്ക് അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിച്ചവർക്ക് നീ നാനാവിധ ഫലങ്ങൾ അന്നമായി നൽകണമേ. മറുപടിയായി നാഥൻ അരുളി, അവിശ്വാസികൾക്കും ഞാൻ ഈ ലോകത്തിൽ ക്ഷണിക ജീവിതത്തിലുള്ള വിഭവങ്ങൾ നൽകും. സൂറത്തുൽ ബഖറയിലെ 126-ാമത്തെ വചനം. അതിനെ അപകടപ്പെടുത്തുന്ന ഭരണകൂടത്തോടും നിയമത്തോടും സാമൂഹികാവസ്ഥയോടുമാണ് അദ്ദേഹം കലഹിച്ചത്. പിതാവിൻ്റെയും നാട്ടുകാരുടെയും യുക്തിരഹിതമായ നിലപാടുകളോട് സ്നേഹസമൃദ്ധമായ ഹൃദയത്തോടും സാധാരണമായ ബുദ്ധിവൈഭവത്തോടും കൂടി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നേരിടുകയാണ് ചെയ്തത്. കൊട്ടാരത്തിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ആ സാമൂഹിക അവസ്ഥയിൽ നമ്രൂദും വിഗ്രഹാരാധന ആകാനേ തരമുള്ളൂ. പക്ഷേ പൗരന്റെ ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടി വീറോടെ വാദിക്കുന്ന ഭരണകൂടത്തോട് ഇഞ്ചോടിഞ്ച് പൊരുതുന്ന മുഖാമുഖം നിൽക്കുന്ന പ്രക്ഷോഭകാരിയാണ് നമുക്ക് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയിൽ ദർശിക്കാനാവുന്നത്. മനുഷ്യർക്ക് ലഭ്യമാകേണ്ട നീതിയെ സംബന്ധിച്ചാണ് അദ്ദേഹം ചോദ്യം ഉന്നയിച്ചത്. അയാൾ പറഞ്ഞു, ജീവിപ്പിക്കാനും മരിക്കാനും എനിക്കും അവകാശമുണ്ട്. ഖാല അന ഉഹ്യി വ ഉമീത്. ഈ നമ്രൂദുമായി നടത്തിയ വിശാലമായ സംവാദമാണ് വിശുദ്ധ ഖുർആൻ ഈ ഭാഗത്ത് നമുക്ക് രേഖപ്പെടുത്തി തരുന്നത്. ഒന്നിനു പിറകെ മറ്റൊന്നായി പരീക്ഷണങ്ങളെ മറികടന്നെത്തിയ ഇബ്രാഹീമിന് ജീവിത സായന്തനത്തിൽ വീണ്ടും ഒരു കൊടും പരീക്ഷണം. തനിക്ക് ശേഷം തൻ്റെ വഴിയെ സഞ്ചരിക്കാൻ പിൻഗാമികളെ വേണമെന്ന പ്രാർത്ഥനയ്ക്ക് ഉത്തരമായിരുന്നു ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാം. കുഞ്ഞു കുസൃതിയുടെ പാരമ്യത്തിലെത്തി നിൽക്കുന്ന പ്രായത്തിൽ ഇസ്മായിലിനെ ബലിയെറുക്കാനാണ് അള്ളാഹുവിന്റെ നിർദ്ദേശം. ഏതൊരു പിതാവും പതറുന്ന നിമിഷം പാഴ്ക്കിനാവെന്ന് പറഞ്ഞ് സൗകര്യപൂർവ്വം തമാശയാക്കാവുന്ന കാര്യം. പക്ഷേ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ചഞ്ചലനായില്ല. അള്ളാഹുവിന്റെ കൽപ്പന നിറവേറ്റാനായി അദ്ദേഹം ഒരുങ്ങി സന്നദ്ധത അറിയിച്ച് ദൃഢനിശ്ചയത്തോടെ മകൻ ഇസ്മായിലും പിന്നാലെയുണ്ട്. ആ പിതാവിനൊത്ത മകൻ, അള്ളാഹുവിനോടുള്ള വിധേയത്വത്തിൽ ഒരുപ്പയും മകനും, അള്ളാഹുവിനോടുള്ള അനുസരണത്തിൽ ഒരുപ്പയും ഒരു മകനും, അവന്റെ കൽപ്പന ശിരസാവഹിക്കുന്നതിൽ ഒരു വാപ്പയും ഒരു മകനും മത്സരിക്കുകയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. മനുഷ്യ സ്നേഹത്തിന്റെ ഉദാത്ത മാതൃകയായിരുന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാം. തന്നെ ആട്ടിയകറ്റിയവരോട് ഉപദ്രവിച്ചവരോടൊക്കെയും ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അലിവുള്ളവനായിരുന്നു. ഗുണകാംക്ഷയുടെ ആ മഹിത മാതൃക ആരെയും അത്ഭുതപ്പെടുത്താതിരിക്കില്ല. തൻ്റെ സഹോദരപുത്രൻ ലൂത്തിന്റെ ധിക്കാരികളായ ജനതയെ നശിപ്പിക്കാനായി അള്ളാഹു അയച്ച മലക്കുകൾ എത്തുന്ന സന്ദർഭത്തിൽ ഇബ്രാഹീമിന്റെ വികാരങ്ങളെ ഖുർആൻ വർണ്ണിക്കുന്നുണ്ട്. ഇസ്ഹാഖിന്റെ ജനനത്തെ സംബന്ധിച്ച സന്തോഷ വാർത്തക്കിടയിലും ആ ജനതയോടുള്ള അപരിമേയമായ സ്നേഹത്താൽ ആ ഹൃദയം മതിക്കുകയായിരുന്നു. തുടർന്ന് സംഭ്രമം അകലുകയും സന്താനലബ്ധിയുടെ സുവാർത്തയാൽ സന്തുഷ്ടനാകുകയും ചെയ്തപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ലൂത്തിന്റെ ജനതയുടെ കാര്യത്തിൽ നമ്മോട് തർക്കിച്ചു തുടങ്ങി എന്നാണ് ഖുർആൻ അതിനെക്കുറിച്ച് പറയുന്നത്. കാരണം തീർച്ചയായും ഇബ്രാഹിം വളരെ സ്ഥൈര്യമുള്ളവനും ദയാലുവും സദാ പശ്ചാത്തപിച്ച് മടങ്ങുന്നവനുമായിരുന്നു. സൂറത്ത് ഹൂദിലെ 75-ാമത്തെ വചനം, 74, 75 വചനങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് കാണാം. ഇതൊന്നും തന്നെ ഐതിഹ്യമോ കെട്ടുകഥകളോ അല്ല,
പച്ചയായ ഒരു മനുഷ്യൻ കടന്നുപോയ നാൾവഴിക്കുറിപ്പുകളാണിതെല്ലാം. പ്രബോധകന്റെ സംസ്കാരമാണിത്. ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ എന്നതിന്റെ ഭൂമിയിലെ സാക്ഷാത്കാരമായിരുന്നു ആ ജീവിതം. ഇതൊക്കെ മുൻനിർത്തി ഖുർആൻ പറയുന്നത് നിങ്ങൾ ഇബ്രാഹീമിന്റെ മാർഗം പിന്തുടരുക എന്നാണ്. മില്ലത്തു ഇബ്രാഹിം പിൻപറ്റുക എന്നാണ്. അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ സമുദായമാകട്ടെ ഇബ്രാഹീമിന്റെ മില്ലത്തിലുമാണ്. സമകാലിക ലോകത്ത് വിശ്വാസി അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികൾ, പ്രലോഭനങ്ങൾ, സൗകര്യങ്ങൾ, അവയിലൂടെയെല്ലാം അവയുടെ തീവ്രതയിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം കടന്നുപോയിട്ടുണ്ട്. അവയെ അതിജയിക്കേണ്ട വഴികൾ സന്ദേഹമില്ലാതെ ആ പ്രവാചകൻ വരച്ചു കാണിക്കുകയും ചെയ്തു തന്നിട്ടുണ്ട്. അവയെ അനന്തരമെടുക്കാനാണ് ഹജ്ജും പെരുന്നാളാഘോഷവും ബലിയും എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ആരാധനയും ആഘോഷവും നമുക്ക് ഒരു നിലപാട് ഉറപ്പിക്കൽ കൂടിയാണ്. ഏതാണ് ആ നിലപാട്? മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ മില്ലത്ത് പിൻപറ്റുക എന്നുള്ളതാണ് ആ നിലപാട് എന്ന് നാം തിരിച്ചറിയുക. അതോടൊപ്പം തന്നെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വിശുദ്ധ ഖുർആനിലെ 22-ാം അധ്യായം, അതിൻ്റെ പേര് ഹജ്ജ് എന്നാണ്. ഹജ്ജ് എന്ന അധ്യായം ആരംഭിക്കുമ്പോൾ നമ്മളോട് പറയുന്നത് യാ അയ്യുഹന്നാസു തഖൂ റബ്ബക്കും എന്നാണ്. അല്ലയോ ജനങ്ങളെ, നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനെ സൂക്ഷിക്കുക, ഭക്തരാവുക എന്ന് കൽപ്പിച്ചാണ് ആ അധ്യായത്തിന്റെ ആരംഭം. പോരാടൂ എന്ന കൽപ്പനയോടെയാണ് ആ അധ്യായം അവസാനിക്കുന്നത്. വജാഹിദൂ ഫില്ലാഹി ഹഖ്ഖ ജിഹാദിഹി ഹുവ ജിത്തബാക്കും എന്ന് പറഞ്ഞുകൊണ്ട് അവിടെയും ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ സ്മരിപ്പിക്കുന്നുണ്ട് നമ്മളോട്. പെരുമയുടെ അടയാളമെല്ലാം മീഖാത്തിൽ ഉപേക്ഷിച്ച് ഒറ്റ മുണ്ടുടുത്ത് മക്കയും മക്കാമും മിനായും മുസ്ദലിഫയും കണ്ട് അറഫയിൽ ഉള്ളുരുകി കരഞ്ഞ് നാട്ടിലേക്ക് തിരിച്ചു വരേണ്ടത് ഹാജിയാർ എന്ന പട്ടത്തോടു കൂടിയാകരുത്, മറിച്ച് ഇബ്രാഹിം നബിയുടെ മില്ലത്ത് പിൻപറ്റുന്ന ഒരു പോരാളിയായിട്ടായിരിക്കണം എന്നാണല്ലോ വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹജ്ജിൽ നമ്മളോട് പഠിപ്പിച്ചു തരുന്ന കാര്യം. ഇതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് മില്ലത്ത് ഇബ്രാഹിമിന്റെ പ്രാധാന്യം മനസ്സിലാക്കി തൗഹീദിന്റെ സംസ്ഥാപന രംഗത്ത്, ഷിർക്കിന്റെ വിഭാടനത്തിന്റെ രംഗത്ത് ചെയ്യാൻ കഴിയുന്നതെല്ലാം ചെയ്തുകൊണ്ട് ആ മില്ലത്തിന്റെ യഥാർത്ഥ വാഹകരായി തീരാനുള്ള ശ്രമമാണ് ഈ ധന്യനാളുകളിൽ നമ്മിൽ നിന്നുണ്ടാകേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. യഥാർത്ഥ മില്ലത്ത് ഇബ്രാഹിമിന്റെ അവകാശികളും പിൻപറ്റുന്നവരും അനുയായികളുമായി തീരാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നാം നേരിടുന്ന എല്ലാ ഘട്ടങ്ങളെയും അതിജയിച്ച് മുന്നോട്ട് പോകാൻ ലാ ഇലാഹ ഇല്ലല്ലാഹുവിലുള്ള യഥാർത്ഥ വിശ്വാസം നമുക്ക് എല്ലാവിധത്തിലുള്ള സാഹചര്യം ഒരുക്കി തരുമാറാകട്ടെ. എല്ലാവിധ ഭയപ്പാടുകളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. ഈ പകർന്നു പിടിച്ചിരിക്കുന്ന പകർച്ചവ്യാധിയുടെ പിടുത്തത്തിൽ നിന്ന് നാം എല്ലാവരെയും അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. അതിൻ്റെ വ്യാപനം അള്ളാഹു സുബ്ഹാനഹു വ തആല ഇല്ലാതാക്കുകയും എല്ലാവരെയും അതിൽ നിന്ന് മുക്തരാക്കുകയും ഒരു നല്ല അവസ്ഥ, സമാധാനപൂർണമായ അവസ്ഥ സംജാതമാകാൻ തൗഫീഖ് നൽകുകയും ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹാജാത്ത്. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم احفظنا من كل بلاء ووباء ومحن وفتن ومن كل سوء ومن كل شر ومن سيء الأسقام ومن هذه الكرب العظيمة كورونا يا أرحم الراحمين. اللهم ارحمنا يا أرحم الراحمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وآخر دعوانا أن الحمد لله رب العالمين والسلام عليكم ورحمة الله وبركاته.